CPI നേതാവ് ശ്രീ കെ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇതാ പത്മകുമാറിലേക്കും അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ്. പത്മകുമാർ SITക്ക് മുന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നടന്ന സ്വർണ്ണത്തട്ടിപ്പ്, സ്വർണ്ണക്കൊള്ള എന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്തം പത്മകുമാറിനും ഏൽക്കേണ്ടതായി വരില്ലേ? അല്ല, ഒരു സ്ഥാപനത്തിനകത്ത് അവിടുത്തെ ജീവനക്കാർ ബന്ധപ്പെട്ട് ഒരു മോഷണം നടന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയുണ്ട്. അപ്പൊ ആ സ്ഥാപനത്തിന്റെ ചുമതലക്കാരായിരുന്നവരാണ് ഉത്തരവാദികൾ എന്നുള്ളതിലേക്ക് ഇപ്പോഴൊരു വസ്തുതകളും നമ്മുടെ മുമ്പിൽ ലഭ്യമല്ല. ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുമില്ല. വ്യക്തമാക്കുന്നത് വരെ യാതൊരു തരത്തിലും നമ്മൾക്ക് ഒരു മുൻവിധി എടുക്കേണ്ടതില്ല. പത്മകുമാറിനെ പോലുള്ള പൊതുപ്രവർത്തകർ ഇത്തരം തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളല്ല. എന്നാൽ അവരുടെ ഭാഗത്ത് ഭരണം നടക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയേണ്ടത് ആ ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പോ കേരളത്തിലെ LDF സർക്കാരിന്റെ 9 കൊല്ലക്കാലത്തിലൊക്കെ ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ തലകുനിച്ച് നിൽക്കുന്നില്ല. ഒരു മന്ത്രി പോലും തലകുനിച്ച് നിൽക്കുന്നില്ല. അറിഞ്ഞുകൊണ്ടൊരു വീഴ്ചയും ചെയ്യുന്നവരല്ല ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു പിശകുണ്ട് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഉണ്ട് എന്ന് SIT വ്യക്തമാക്കിയാൽ അതിനടിസ്ഥാനത്തിൽ പാർട്ടി കൃത്യമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇവിടെ പാർട്ടി എന്ന നിലയ്ക്ക് നയപരമായൊരു വിഷയം കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു തെറ്റിനോടും സന്ധിയില്ല എന്നാണ്. അത് വ്യക്തികളുടെ മുമ്പിൽ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വസ്തുതകൾ പുറത്തു വരാതെ മുൻകൂറായി വിധി എഴുതുന്നത് ഗുണകരമാവില്ല എന്നാണ് ഞങ്ങളുടെ ധാരണ. കൃത്യമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. പക്ഷേ ഇതുവരെ അന്വേഷണ സംഘം എത്തിയിട്ടുള്ള ആളുകൾ, അത് N വാസു വരെ എത്തി നിൽക്കുന്നു, അവരെയെല്ലാം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ, N വാസു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച ഒരു കമ്മീഷണറാണ്. ഹൈക്കോടതിയാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. 3 പേരിൽ നിന്നും ഹൈക്കോടതി തെരഞ്ഞെടുത്ത ഒരാൾ അദ്ദേഹം ജോലി ഇരിക്കുമ്പോണ്ടായ വീഴ്ചയിലാണ് ഇപ്പൊ അദ്ദേഹം പ്രതിയായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കാലത്തെ കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി വന്ന കാര്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം ജയിലിലാണെന്നുള്ളത് സത്യമാണ്. രാഷ്ട്രീയ നേതൃത്വ നിലയ്ക്ക് പത്മകുമാറിന് നിയോഗിക്കപ്പെട്ടപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന ചോദ്യമാണ്. അത്തരം ഒരു കുറ്റകൃത്യത്തിനും കൂട്ടുനിൽക്കുന്നവരല്ല CPMന്റെ പ്രതിനിധികൾ. അതുകൊണ്ട് തന്നെ പരിശോധിക്കപ്പെടാതെ ഇക്കാര്യത്തിൽ മുൻവിധി വേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം N വാസുവും പത്മകുമാറും ഇത്തരം പ്രവർത്തികളുടെ ഭാഗമാകില്ല എന്നിപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. N വാസുവിനെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ അദ്ദേഹം കമ്മീഷൻ നിലയ്ക്ക് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായ പിശകാണ്. ആ പിശക് മനഃപൂർവ്വമാണോ? എന്തായാലും അയ്യപ്പന്റെ കട്ട മുതൽ കണ്ടെത്തി. ആ കണ്ടെത്തിയത് ബഹുമാനപ്പെട്ട തന്ത്രി ഉദ്ഘാടനം ചെയ്ത ഗോവർദ്ധന്റെ കടയിൽ നിന്നാണ്. കുട്ടി അവിടെ കൊണ്ടുവന്നത് തന്ത്രിയുടെ കീഴിൽ ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതെ, പക്ഷെ താങ്കൾ ഈ പറഞ്ഞതുപോലെ കമ്മീഷണറായിരുന്ന N വാസു പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു. അതെ, ആ കാലഘട്ടത്തെ കുറിച്ചല്ല അന്വേഷണം. അതാണ് മനസ്സിലാക്കേണ്ടത്. സംഭവം നടന്നത് ആ കാലഘട്ടത്തിലല്ല. അപ്പൊ പ്രസിഡന്റായി പിന്നീട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം കമ്മീഷണറായിരുന്ന കാലത്ത് ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടായെങ്കിൽ ആ തെറ്റ് ഇതുമായിട്ട് ബന്ധമുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ ധാരണ. അങ്ങനെയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിച്ച വാസുവിന് പിശകുകൾ ഉണ്ടാകാമല്ലോ. ഉദ്യോഗസ്ഥലത്തിൽ പ്രവർത്തിച്ച വാസുവിന് പിശകുകൾ ഉണ്ടാകാമെന്ന് അങ്ങ് പറഞ്ഞു. ചോദ്യം ഇതാണ്, കളവ് പോയ അല്ലെങ്കിൽ കട്ടെടുത്ത സ്വർണത്തിന്റെ പങ്ക് അദ്ദേഹം കൈപ്പറ്റിയോ? ഞങ്ങൾ അങ്ങനെ ഒരു കൈപ്പറ്റുക ഇതുവരെ ഒരു SIT കണ്ടെത്തിയായിട്ടും മനസ്സിലായിട്ടില്ല. അല്ല, കൈപ്പറ്റണമെന്നില്ലല്ലോ. അങ്ങനെ കളവിന് കൂട്ടുനിൽക്കുന്നതും കുറ്റകരമല്ലേ? മാത്രവുമല്ല, ഇതേ വാസുവിന് തന്നെയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചത്, ഇങ്ങനെ കുറച്ച് സ്വർണം, അതായത് ഉരുക്കി കഴിഞ്ഞപ്പോൾ സ്വർണം ബാക്കിയുണ്ട്, അത് വിവാഹ ആവശ്യത്തിന് ചെലവാക്കിക്കൊള്ളട്ടെ എന്ന നിലയിലൊക്കെ കത്തയച്ച സംഭവമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും കത്തയക്കുന്ന സാഹചര്യം, മെയിൽ അയക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളാണോ N വാസു? അല്ല, അതേ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ വിധി പറയും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ വസ്തുതകൾ പരിശോധിക്കട്ടെ. നമ്മളിപ്പോ കയറി അതിൽ വിധി പറയാൻ പ്രാപ്തരല്ല. കാരണം എല്ലാ രേഖകളും നമ്മുടെ മുമ്പിലില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ശരിയായ പരിശോധന നടക്കുന്നതിനിടയിൽ പാതി ബന്ധ കാര്യങ്ങളുമായി നമ്മൾ വിഭവങ്ങളുമായി എന്ന് കരുതുന്നില്ല. ഇവിടെ CPMന്റെ നയം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു തെറ്റിനോടും സന്ധിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. അതായത് പത്മകുമാറോ N വാസുവോ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ അതിനെ ന്യായീകരിക്കാൻ പാർട്ടി നിൽക്കില്ല. ഈ 9.5 കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളായി നിയമിച്ച ഒരാളെ സംബന്ധിച്ച് ഞങ്ങൾ തലകുനിച്ച് നിൽക്കുന്നില്ല എന്നത് സത്യമാണ്. ഇക്കാര്യത്തിലും അത്തരമൊരവസ്ഥ ഇല്ല എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ധാരണ.
അതിനപ്പുറം ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ വരട്ടെ. യെസ്, അതാണ് ശ്രീ അനിൽകുമാർ. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ഡാൻ, CPIM വലിയ തോതിൽ, അതായത് ഇപ്പോഴും അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല. ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച എന്നവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ മുരാരി ബാബുവിൻ്റെ പദവികളടക്കം പരിശോധിച്ചാൽ മുരാരി ബാബുവിനടക്കം ആരോപണങ്ങൾ നേരിട്ടിട്ട് പോലും മുരാരി ബാബുവിന് വീണ്ടും ഉയർന്ന പദവികൾ നൽകിയതടക്കമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ്. അത് വീണ്ടും അനിൽകുമാറിനോട് ചോദിച്ച് ഇനിയും സമയം കളയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാതിരുന്നത്. മറുപടിയും എന്താകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അന്വേഷണ സംഘം കണ്ടെത്തി കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തുമ്പോൾ മാത്രം ആണ് CPIM ഇത്തരം കാര്യങ്ങളിലൊക്കെ, അതാണല്ലോ ഈ രാഷ്ട്രീയ എതിരാളികളോടും അവർ സ്വീകരിക്കാറ് എന്ന വിചിത്രമായ ചോദ്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും അത് ചോദിച്ച് സമയം കളയേണ്ടതില്ല. ഇതിപ്പോൾ ഡാൻ, ഒരു ഭരണ സംവിധാനം അവർ നേതൃത്വം നൽകുമ്പോൾ ഇതിലിപ്പോൾ മികവ് പുലർത്തിയാൽ ആ മികവെല്ലാം തങ്ങളുടെ സംവിധാനത്തിൻ്റേത്, പിഴവുണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നത് പതിവ് പല്ലവിയാണ്. പക്ഷേ അന്വേഷണ സംഘവും കോടതിയും അത് അംഗീകരിക്കുന്നില്ലല്ലോ. കോടതി എന്താണ് പറഞ്ഞത്? ഇപ്പോൾ നിലവിലെ ദേവസ്വം പ്രസിഡന്റിന്റെ കാലാവധി നീട്ടി നൽകുവാനുള്ള നീക്കം പോലും ഉണ്ടായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. അവിടെയാണ് ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കേണ്ടി വന്നത്. അത് കോടതിയുടെ ഭാഗത്ത് നിന്നുകൂടി അടികിട്ടിയ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നുവെന്നും കുറ്റക്കാർക്ക് നേരെ തന്നെ അന്വേഷണ സംഘം എത്തുന്നുവെന്നുമാണോ മനസ്സിലാക്കേണ്ടത് ഡാൻ?